എന്ത് രസം നിന്റെ മുഖം കാണാനായിട്ട്, നിറയെ കുരു ചേനപ്പുറം പോലെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ട് എന്നെ കാണാൻ നേരത്തേക്കിന് കുരുവാണ് ഇത്. എല്ലാം തേച്ചിട്ട് വന്നതാണ്. നിറച്ചുണ്ടല്ലോ കവിളത്ത് നെറ്റിക്കും എല്ലാം ഒരുമാതിരി ഇരിക്കുന്നു. കുറച്ച് എന്തെങ്കിലും രക്തചന്ദനമോ എന്തെങ്കിലുമൊക്കെ അരച്ച് തേക്ക് കേട്ടോ, അല്ല മരുന്ന് മേടിക്കുക എന്തെങ്കിലും ചെയ്യും. ഈ ജോലിക്കൊക്കെ പോകുമ്പോഴേ മുഖത്ത് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ഇട്ടാൽ മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ദിസ് ഇസ് നോട്ട് ലുക്കിംഗ് വാവ്. എനിക്കറിയാം എൻ്റെ മുഖം കുരു വന്ന് ഒരു മാതിരിയാണ് ഇരിക്കുന്നതെന്ന്. എനിക്കിഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിങ്ങനെ കൊണ്ടു കിടക്കാനായിട്ട്? എന്ന് വെച്ചിട്ട് ഈ എക്സ്പ്രഷൻ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ മുഖം കണ്ടുടനെ ദിസ് ഇസ് ടു മച്ച്. സി, ഞാൻ ഈ കുരു വന്നിട്ട് 10 രൂപ വെച്ചിട്ട് ചന്തയിൽ പോയി കാശ് കൊടുത്ത് മേടിച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതല്ല. ഒരെണ്ണം വന്നു, 2 വന്നു, പിന്നെ ഒരു ഫാമിലി ആയിട്ട് പെറ്റുവരികയും ഇവിടെ അങ്ങ് സെറ്റായി. ഇത് ശരിയാക്കെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുമ്പോൾ ഈ എക്സ്പ്രഷൻ ഇട്ടതുകൊണ്ട് ഞാൻ സ്വിച്ച് ചെയ്താൽ ഉടനെ മാറുന്ന സാധനം അല്ല. ഇത് സമയം എടുത്തേ മാറത്തുള്ളൂ. സ്ട്രെസ് കൊണ്ടുവരാം, ഏതെങ്കിലും മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടുവരാം, കണ്ട വറുത്തമീനും ചിക്കനും ഒക്കെ കുത്തിക്കയറ്റി തിന്നുന്നത് കൊണ്ടുവരാം. പിന്നെ എന്തുവാ, ഓയിൽ സ്കിൻ ഉള്ളവർക്ക് പൊതുവെ എന്തായാലും കുരു വരും. പീരിയഡ്സ് ആകുമ്പോൾ വരാം, ആവശ്യത്തിൽ ഉറങ്ങിയില്ലെങ്കിൽ വരാം, ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങിയാലും വരാം, കറക്റ്റായിട്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ, വെള്ളം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും, ബെഡ്ഷീറ്റ് കറക്റ്റായിട്ട് മാറ്റിയില്ലെങ്കിൽ, പില്ലോ കവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ, ടർക്കി കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ, വൃത്തി കുറഞ്ഞാലും വൃത്തി കൂടിയാലും ചിലപ്പോൾ വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് കുരു വരാം. പിന്നെ വന്ന ഉടനെ അയ്യോ വരല്ലേ എന്ന് പറയാൻ ഇതെന്റെ ബന്ധുവൊന്നുമല്ല. പുള്ളിയുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ മുഖത്ത് വരുന്നു, അവർ അവിടെ അങ്ങ് താമസമാകുന്നു. അതിനെ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അവരങ്ങോട്ട് സ്ഥിരതാമസം. അവിടെ ഇവരെ സമയം എടുത്ത് സാവകാശം ഞാൻ തന്നെ പറഞ്ഞു വിടും. എന്നേക്കാൾ വിഷമം നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു വിഷമമാണെന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. പിന്നെ ഇതുപോലെ എക്സ്പ്രഷൻ ഇട്ട് വഹിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുഖത്തിരിക്കുന്ന കുരു നിങ്ങൾ കാണാൻ നേരത്തേക്ക് നിങ്ങളുടെ കൂടെ ഇറങ്ങി വീട്ടിലോട്ട് വരത്തൊന്നുമില്ല. ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് 2 കൊണ്ടുപോയി നിങ്ങളുടെ അടുക്കളപ്പുറത്ത് പൂപ്പിൽ ഇട്ട് വെക്കുന്നത് ഞാൻ നിങ്ങളോട് പറയത്തുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? ഞാനിത് മാറാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പാക്ക് തേച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്റെ നാളെ കൊച്ചെ മുഖത്തരച്ച് തേച്ചേക്കണം ചാണാപ്പൊടി. ഞാൻ ചിലപ്പോൾ ചാണാപ്പൊടി അരച്ച് മുഖത്ത് തേക്കും, എന്നാലും നിങ്ങൾ വിശ്വസിച്ചോണം. അത്രയ്ക്ക് ദണ്ണുണ്ട് എനിക്ക് നിങ്ങളുടെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോഴല്ലോ. ഇനി എന്നെ കാണാൻ നേരത്തേക്ക് ഈ എക്സ്പ്രഷൻ ഇട്ട് മൊത്തം കുരുവാണല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് തിരിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും മുഖത്തും എല്ലായിടത്തും കുരു വരുന്നതായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ശപിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണം. അപ്പോഴെങ്കിലും നിങ്ങളിത് പറയാതിരിക്കുമായിരിക്കും. നോക്കട്ടെ, ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ നന്നാവുന്നു.